ലോകവാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് നിസ്സംശയം പറയാം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലും പിന്നീട് ഇങ്ങോട്ട് ട്രംപ് നടത്തിയ പരാമർശങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കമല ഹാരിസിനെതിരെ നടത്തിയ വംശീയ അധിക്ഷേപങ്ങളും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറാകാത്തതും നയങ്ങൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുമെന്ന ഭീഷണിയും കാനഡയെ അമേരിക്കയോട് ചേർക്കാനുള്ള നീക്കവുമെല്ലാം ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ പനാമ കനാൽ, ഗ്രീൻലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചാണ് ട്രംപ് പുതിയ നീക്കം നടത്തുന്നത്. ആദ്യമൊന്നും ട്രംപിന്റെ പ്രസ്താവനകളോട് പ്രതികരിക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ പുതിയ നീക്കത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ഫ്രാൻസ്. US വിപുലീകരണം അത്ര എളുപ്പത്തിൽ ട്രംപിന് നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നാണ് മറ്റു രാജ്യങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. യൂറോപ്യൻ യൂണിയൻ അംഗമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെയാണ് നാറ്റോ രാജ്യമായ ഫ്രാൻസ് രംഗത്തെത്തിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അംഗമായ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൈനിക നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ട്രംപ് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല. ഇതിനെതിരെയാണ് ഫ്രാൻസ് ഇപ്പോൾ രംഗത്തെത്തിയത്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ അവർ ആരായാലും അതിൻ്റെ പരമാധികാര അതിർത്തികൾ ആക്രമിക്കാൻ യൂറോപ്യൻ യൂണിയൻ അനുവദിക്കില്ല. ഇത്തരം വിഷയങ്ങളിൽ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. അതോടൊപ്പം US ഗ്രീൻലാൻഡിനെ ആക്രമിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് തന്റെ US വിപുലീകരണ ലക്ഷ്യവുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പുനർനാമകരണം ചെയ്യണമെന്നും ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട്. അധികാരമേൽക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നേടാൻ ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കേണ്ടത് USന്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് ട്രംപ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്നാണ് ഗ്രീൻലാൻഡ് തിരിച്ചടിച്ചത്. വിവാദം ചൂടുപിടിച്ചിരിക്കെ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഗ്രീൻലാൻഡ് സന്ദർശിച്ചത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ ദിവസം കാനഡയെ ട്രംപ് USനോട് ചേർത്ത് വെച്ച ഭൂപടവും പുറത്തിറക്കിയിരുന്നു. ഇതിന് കൃത്യമായ മറുപടി ജസ്റ്റിൻ ട്രൂഡോ കൊടുക്കുകയും ചെയ്തു. നോട്ട് എ സ്നോബോൾ ചാൻസ് ഇൻ ഹെൽ എന്ന ഇംഗ്ലീഷ് പ്രയോഗം ഉപയോഗിച്ചായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ മറുപടി. കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകുമെന്നത് അസാധ്യമാണെന്നും അതിന് നേരിയ സാധ്യത പോലുമില്ലെന്നും ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കി. വ്യാപാരത്തിലും സുരക്ഷയിലും വലിയ പങ്കാളികളായി തുടരുന്നതിന്റെ ആനുകൂല്യം ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും ജനസമൂഹത്തിനും ലഭിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ എക്സിൽ കുറിക്കുകയും ചെയ്തു. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ കൂട്ടിയിണക്കുന്ന പനാമ കനാലിനെ ട്രംപ് ലക്ഷ്യം വെക്കുന്നതിന്റെ പിന്നിൽ സാമ്പത്തിക നേട്ടം തന്നെയാണ്. ലോക സമുദ്ര വാണിജ്യത്തിന്റെ 5% ഈ കനാൽ വഴിയാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ കടന്നു പോകുന്ന 74% കപ്പലുകളും അമേരിക്കയുടേതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പനാമ കനാൽ സ്വന്തമാക്കുന്നത് വഴി വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ USന് സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണ്. ഐസ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശം ധാതുലവണങ്ങളുടെയും എണ്ണയുടെയും വൻ ശേഖരമാണെന്ന് കണ്ടെത്തിയിരുന്നു. $1.5 ലക്ഷം കോടി ഡെൻമാർക്കിന് നൽകി ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തിയാലും അമേരിക്കയ്ക്ക് ലാഭം നേടാൻ സാധിക്കും. ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇക്കാര്യങ്ങളെല്ലാം ട്രംപ് നടപ്പിലാക്കുമോ എന്നറിയാനാണ് ലോകം ഉറ്റുനോക്കുന്നത്.